ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡ് സ്വീറ്റിന് അസാധ്യ രുചി തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 7 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡെല്ലാം ഞാനിത് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടെടുക്കാം. ഇപ്പോൾ ഇത് നെയ്യ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് നിരത്തി വെച്ച് കൊടുക്കാം. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള ബ്രെഡ് സ്വീറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇപ്പോൾ ഇത് ബ്രെഡെല്ലാം ഞാൻ തവയിൽ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ ബ്രെഡെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം എല്ലാം ഒന്ന് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ 2 ഭാഗവും നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ സ്വീറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ കണ്ട ബ്രെഡെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് സെക്കൻഡ് ബാച്ചിലുള്ള ബ്രെഡ് കൂടി ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് പാൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ കസ്റ്റാർഡ് പൗഡർ കൂടി ചേർക്കുമ്പോഴാണ് സ്വീറ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇനി വനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇനി ഞാനിതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ചെറുതായി ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകട്ടെ. ഇനി നമുക്ക് ബ്രെഡ് സ്വീറ്റ് സെറ്റ് ചെയ്തെടുത്താലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ടെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. ഇനി കുറച്ച് ബദാം കട്ട് ചെയ്ത കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ബ്രെഡ് സ്വീറ്റ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ. എന്തൊരു രുചിയാണെന്നറിയാം ഇത് കഴിക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാവുന്നതാണ്. ഞാൻ മുമ്പ് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് റെസിപ്പികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടേസ്റ്റി ബ്രെഡ് സ്വീറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.